ഇതെൻ്റെ മകനാണ്. ജോലി സംബന്ധമായിട്ട് മെഡിക്കലിന് പോയപ്പോഴാണ് ഇവൻ്റെ അസുഖത്തിനെ പറ്റി അറിയുന്നത്. ECG എടുത്തിട്ടൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ട്രെഡ്മില്ലിൽ കയറിയതിന് ശേഷം ECG എടുത്തപ്പോഴാണ് ഇങ്ങനെ എന്തോ വേരിയേഷൻ കണ്ടു. ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റിന് പറഞ്ഞു വിട്ടു. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മെയിൻ വാൽവിന് ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് ഇത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങളിവിടെ മെഡിട്രീന ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ പ്രതാപ് കുമാറിനെ കണ്ടു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു വോം വെൽക്കം ആയിരുന്നു ഞങ്ങൾക്ക്. എല്ലാ പേഷ്യൻസും ഞങ്ങൾ വന്നപ്പോൾ അഡ്മിഷന് വേണ്ടിയും എല്ലാ കാര്യത്തിനും വേണ്ടി എല്ലാവരും ഞങ്ങളുടെ ഒപ്പം സഹകരിച്ചു. വന്ന ഉടനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അപ്പോൾ തന്നെ ഇവൻ്റെ റിവ്യൂ കണ്ട് അപ്പോൾ തന്നെ ഡോക്ടർ കൂട്ടിക്കൊണ്ടുപോയി. വന്ന അന്ന് തന്നെ ഞങ്ങളുടെ ഡോക്ടർ ഇവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു തന്നു. 3 മണിക്കായിരുന്നു ഡോക്ടർ റൂമിൽ കയറ്റി. ഒരു 4:30 ആയപ്പോൾ എന്നെ കാണിച്ചു തന്നു. ഇപ്പോൾ പേഷ്യൻ്റായിട്ട് മോനായിട്ട് സംസാരിച്ചു. മോൻ പറഞ്ഞത് ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികളോട് സംസാരിച്ചു, ശ്രദ്ധ മാറ്റേണ്ട പോലെയായിരുന്നു, ഇവരൊന്നും അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് സുഖമായിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും, ചെറിയതാൾ തുടങ്ങി ഡോക്ടേഴ്സ് വരെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഭയങ്കര സ്നേഹത്തോടെയാണ് എല്ലാവരും പെരുമാറിയത്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജാണ്. പൂർണ്ണമായിട്ടും അസുഖങ്ങളെല്ലാം മാറി ഞങ്ങൾ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോകുന്നത്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എറണാകുളത്ത് ഇവിടം വരെ വന്നതാണ്, ഓപ്പറേഷന് വേണ്ടി തന്നെ വന്നത്. ഇതുവരെ എനിക്കൊന്നും തോന്നിച്ചില്ല. ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു കൺഫർമേഷൻ ആയത് വേരിയേഷൻ എന്നുള്ളത്. അതുവരെ എനിക്കൊന്നും തോന്നിച്ചിട്ടില്ല ഒരു പ്രശ്നമുള്ള കാര്യം. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ അമ്മ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയി ശനിയാഴ്ച ആയിരുന്നു ഡോക്ടറിനെ പോയി കണ്ടത്. ഡോക്ടറിനെ പോയി കണ്ടു. ആൻജിയോഗ്രാം തിങ്കളാഴ്ചത്തേക്ക് വെച്ചു. ആൻജിയോഗ്രാം ചെയ്ത് അതിനുശേഷമാണ് ഇങ്ങനെ ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പ്രതാപ് സാറിൻ്റെ ഇതിനുള്ള എക്സ്പെർട്ടൈസ് മനസ്സിലാക്കി ഇവിടം വരെയും വന്നു. ചൊവ്വാഴ്ചയാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയത്. ബുധനാഴ്ച തന്നെ രാവിലെ വെളുപ്പിന് പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും മിനി മാഡമാണ് എല്ലാം ഭംഗിയായിട്ടെല്ലാം ചെയ്ത് തന്നു. ഉടനെ തന്നെ ഡോക്ടറിനെ കാണുകയും ചെയ്തു. റിപ്പോർട്ട് വെരിഫൈന് ശേഷം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തു. മിഷൻ ഡെസ്കിൽ പോയിട്ട് സ്റ്റാഫും കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതായത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞാണ് എന്നെ ഉടനെ CCUയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം ലൈക്ക് ദേ വർ ടേക്കിംഗ് കെയർ ഓഫ് ലൈക്ക് എ ഫാമിലി എന്നൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഒരു 3 മണിയായപ്പോഴത്തേക്കും എന്നെ ക്യാബ് ലാബിലോട്ട് മാറ്റി. ഡോക്ടർ വന്നു. ലൈക്ക് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അതായത് ഒന്നും അറിഞ്ഞില്ല. കുറേ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ ചെയ്യുന്ന ടൈമിൽ ഓരോ പ്രൊസീജിയേഴ്സ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ലൈക്ക് ഇറ്റ് വാസ് എനിക്കൊന്നും സത്യം പറയാൻ എനിക്ക് ഫീൽ ചെയ്തില്ല. ഓപ്പറേഷൻ നടക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പോലില്ല. ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് സാറിൻ്റെ ഒരു എക്സ്പെർട്ടീസ് കാരണമാണ് എനിക്ക് മനസ്സിലായി അവിടെ വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തന്നെ CCU വീണ്ടും മാറ്റി ഐ മീൻ ലൈക്ക് ഇറ്റ് വാസ് ട്രാൻസ്ഫേർഡ് ടു CCU. പിന്നെ അമ്മയുടെ ഡോക്ടർമാർ സംസാരിച്ചു എന്ന് പറഞ്ഞു. പ്രൊസീജിയേഴ്സ് ചെയ്ത കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങൾ എല്ലാം കാര്യങ്ങളായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അതിന് മുന്നേ ഓപ്പറേഷൻ തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പ് ഡോക്ടേഴ്സ് എന്നോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് ഓപ്പറേഷൻ തുടങ്ങിയത് തന്നെ. ലൈക്ക് ഐ ഷുഡ് ബി അവെയർ. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും എന്നോട് സ്ക്രീൻ നോക്കിയിരുന്നോളൂ. ലൈക്ക് ടു ഹാവ് എൻ എക്സ്പീരിയൻസ് ആൻഡ് ടു നോ മോർ അബൌട്ട് തിങ്സ്. ലൈക്ക് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അപ്രോച്ച്. പിന്നെ CCUയിൽ വന്നപ്പോഴത്തേക്കും അവിടെയുള്ള എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് എല്ലാ നഴ്സുമാരും പേരെടുത്ത് ഞാൻ പറയുന്നൊന്നുമില്ല. അത് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗുഡ് ടു പെർട്ടിക്കുലർലി പോയിന്റ് ഔട്ട് ആൻഡ് നെയിം. ഓൾ ദി സ്റ്റാഫ് വാസ് റിയലി ഗുഡ്. ഈവൻ നൈറ്റ് ഷിഫ്റ്റിലെ സ്റ്റാഫും ഡേ ഷിഫ്റ്റിലെ സ്റ്റാഫും പിന്നെ അതിനുശേഷം അവിടെയുള്ള ക്ലീനേഴ്സും വെൽ മെയിൻറ്റെയിൻഡ്. അതിനെക്കുറിച്ച് ഒരു തെറ്റുമില്ല. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അതിനുശേഷം എന്നോട് പറഞ്ഞിരുന്നത് 24 hours ഒബ്സർവേഷൻ ഇടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വിസിറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം തന്നെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു.
ലൈക്ക് ഇപ്പോൾ ഡോക്ടർ വന്നപ്പോഴും എന്നോട് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ വാട്ട് ഐ വുഡ് സേ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹോസ്പിറ്റൽ ആൻഡ് ബ്യൂട്ടിഫുൾ സ്റ്റാഫ്, beautiful doctors. I really like it. All with a very smiling face.